എൻ്റെ പേര് ആരതി. അപ്പൊ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ പേര് പോലെ തന്നെയാണ് യൂട്യൂബ് ചാനലിന്റെ പർപ്പസും. ഗ്രോയിങ് ടുഗദർ, ഒരുമിച്ച് വളരാം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ലൈഫിലൊക്കെ ഒരു മാറ്റം അല്ലെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, സ്വന്തം ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ അതെങ്ങനെ, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എപ്പോഴും ഉള്ള കൺഫ്യൂഷൻ. അപ്പം ഞാനും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ള, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന, നമ്മള് വളരുന്നതിനോടൊപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്നതിനോടൊപ്പം ബാക്കിയുള്ളവർക്കും കൂടെ അത് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാനിപ്പോ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. നമ്മുടെ ലൈഫില് പെർഫെക്റ്റ് ടൈം എന്നൊന്നില്ല. കാരണം നമ്മള് വിചാരിക്കും നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസ് ഒക്കെ തീർന്നിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ടൈം ഒരിക്കലും വരില്ല എന്നുള്ളതാണ് സത്യം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയവും നമ്മുടെ ലൈഫിൽ വരില്ല. നമുക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതിരിക്കുന്ന ഒരു സമയം, അങ്ങനെ ഒരു സമയം എപ്പോഴുണ്ടാകുമെന്ന് നമുക്കറിയില്ല. സോ ഇന്നെന്താണോ ഉള്ളത് അത് തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ് ടൈം ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ. എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്നത്തേക്കാൾ മികച്ച ഒരു അവസരം വേറെ ഇല്ല. സോ ആ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. എന്താണോ തുടങ്ങാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും അത് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹോപ്പ്ഫുൾ ആയിരിക്കുക ലൈഫിൽ. ഇപ്പൊ നമ്മള് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു 25-30 വർഷം കൊണ്ട് രൂപപ്പെട്ട് വന്ന ഒരു ക്യാരക്ടറിനെ പെട്ടെന്നൊരു മാറ്റം, അല്ലെങ്കിൽ അതിൽ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട് വന്ന ക്യാരക്ടറാണ്. സോ ഇറ്റ് മൈ ടേക്ക് സം ഇയേഴ്സ് ടു ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം. നമ്മൾ പൂർണ്ണമായും ഒന്ന് ട്രാൻസ്ഫോം ആയി വരാൻ കുറച്ച് സമയം എടുക്കും. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ, സ്ലോ ആയിട്ട്, സ്റ്റഡി ആയിട്ട്, കാം ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ഡെയിലി നമ്മുടെ ഹാബിറ്റ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. അതൊക്കെ അതിലൂടെ നമ്മൾ ആ ഒരു ഡെയിലി ആ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ പകുതി കാര്യങ്ങൾ സെറ്റ് ആവാൻ തുടങ്ങും, ശരിയാവാൻ തുടങ്ങും. അതായത് ഒരു 1% ഡെയിലി ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കാം. ആ ഒരു 1% മതി. ഒന്നും ചെയ്യാത്തതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. സോ അപ്പൊ ഇന്ന് മുതൽ ഞാൻ ഇതിലൊരു ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി ഞാൻ പോസ്റ്റ് ചെയ്യും. സോ അതെന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഐ ആം ഓൾസോ ഗ്രോയിങ് അലോങ് വിത്ത് യു, അല്ലെ? നിങ്ങളോടൊപ്പം ഞാനും എന്റെ ലൈഫിലും മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്.